പ്രൊട്ടക്റ്റീവായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് നേരത്തെ കുട്ടികളുണ്ടാവുക, ഒരു 25 വയസ്സിന് മുമ്പുണ്ടാവുമെങ്കിൽ കൊള്ളാം. നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത് പറയുന്നത് 21 വയസ്സിന് മുമ്പ്. ക്യാൻസറിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്യാൻസർ കോസിങ് റീസൺ ഇൻ ദ വേൾഡ് ഇസ് ടുബാക്കോ റിലേറ്റഡ്. അല്ലെങ്കിൽ ഒരു മൂർച്ചയുള്ള ഒരു പല്ലിരുന്ന് സ്ഥിരം ഒരയുന്നുണ്ടോ, അങ്ങനെ വരുന്നിടത്ത് മുറിവുണ്ടായി ക്യാൻസർ ഉണ്ടാകാം. അല്ല, അതൊരു പ്രോപ്പറായിട്ടുള്ള സർജറി ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള സർജറി ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. ലേഡീസ് അവോയ്ഡ് ചെയ്യേണ്ട ഹാബിറ്റുകൾ എന്തൊക്കെയായിരിക്കും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി? പ്രൊട്ടക്റ്റീവായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് നേരത്തെ കുട്ടികളുണ്ടാവുക, ഒരു 25 വയസ്സിന് മുമ്പുണ്ടാവുമെങ്കിൽ കൊള്ളാം. നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത് പറയുന്നത് 21 വയസ്സിന് മുമ്പാണ്, പക്ഷെ അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പം 30 വയസ്സിനപ്പുറം പോവാതെ കഴിയുന്നത് ഒരു 25-27 വയസ്സിനകത്ത് കുട്ടികളുണ്ടാകാൻ ശ്രമിക്കുക. കുട്ടികളുണ്ടായാൽ ആ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡിങ് പ്രൊട്ടക്റ്റീവാണ്. മൂന്നാമത്, ആവശ്യത്തിനുള്ള എക്സസൈസ് ഉണ്ടാവുക. ചുറ്റും നടക്കുക, ബ്രിസ്ക് വാക്കിംഗ്, അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് ഓഫ് എക്സസൈസ് എ ഡേ. പിന്നെ യൂഷ്വലി ഞാൻ ഈ പറഞ്ഞ പോലെ അവോയ്ഡ് ആൽക്കഹോൾ, അവോയ്ഡ് സ്മോക്കിംഗ്, ഈവൻ പാസീവ് സ്മോക്കിംഗ്, സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങും ഒരു പരിധിവരെ റിസ്ക് ഉള്ളതാണ്. പിന്നെ നോട്ട് ടു ബി ഒബീസ്, അതിനായിട്ടുള്ള പ്രോപ്പർ ഡയറ്റ്, പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കാതിരിക്കുക, അമിതവണ്ണം അവോയ്ഡ് ചെയ്യുക, കൂടുതൽ വെജിറ്റബിൾസ്, ലെഗ്യൂംസ്, ഹോൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ഉപയോഗിക്കുക, ലീൻ പ്രോട്ടീൻ ഉപയോഗിക്കുക, ഫിഷും പൗൾട്രിയും. ഏതെങ്കിലും ഭക്ഷണം ഇതിന് ഉപയോഗിച്ചുകൂടാ എന്നുള്ള രീതിയിലുണ്ടോ സാർ? അങ്ങനെയില്ല. ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റഡീസ് ഉള്ളതിൽ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നുള്ളതാണ്. അത് അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞതുപോലെ 2/3 ഓഫ് പ്ലാൻ ബേസ്ഡ് ആൻഡ് 1/3 ഓഫ് ലീൻ പ്രോട്ടീൻസ്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലെഗ്യൂംസ്, ഹോൾ ഗ്രെയിൻസ്, പിന്നെ ഈ ഫിഷ് ആൻഡ് പോൾട്രി. സാർ, ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ അത് ഈ ക്യാൻസറിന് കാരണമാവാറുണ്ടോ സാർ? ക്യാൻസേഴ്സ് ആസ് എ ഹോൾ നോക്കുമ്പം തീർച്ചയായിട്ടും കാരണമാകുന്നുണ്ട്. എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ക്യാൻസേഴ്സിൻ്റെ നമ്പേഴ്സ് കൂട്ടും. എപ്പോഴും ക്യാൻസർ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ ഉണ്ടായിട്ടാണ്. അപ്പോൾ കാർസിനോജൻസ് ആണ് ആ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത് പലപ്പോഴും. അതിൻ്റെ അകത്ത് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുകയോ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യും. അപ്പം പൊല്യൂഷൻ ഒരു പ്രോബ്ലമാണ്. പക്ഷേ നമ്മൾ യൂഷ്വലി നോക്കുമ്പം പൊല്യൂഷൻ ഒരു 5-8% ഓഫ് ക്യാൻസർസിന്, കോസ് ഓഫ് ക്യാൻസറിൽ ഒരു 5-8% ആണ് പൊല്യൂഷൻ കാരണമുണ്ടാകുന്നത്. പൊല്യൂഷൻ്റെ തോത് കൂടുന്തോറും ക്യാൻസേഴ്സിൻ്റെ തോതും കൂടിക്കൊണ്ട്. സാർ, ഈ HPV വാക്സിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാധാന്യമാണ് അത് കുട്ടികൾ ഉൾപ്പെടെ എടുക്കുന്നതിന്? HPV വാക്സിന് നല്ല പ്രാധാന്യമുണ്ട്. HPV ഇൻഫെക്ഷൻ കൊണ്ടാണ് 99%, ഓൾമോസ്റ്റ് 100% ഓഫ് സെർവൈക്കൽ ക്യാൻസേഴ്സ് ഉണ്ടാകുന്നത്. യൂട്രൈൻ സെർവിക്സിൻ്റെ, ഗർഭാശയ ഗള ക്യാൻസേഴ്സിൻ്റെ കോസ് HPV ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്റ്റീവാണ് HPV വാക്സിൻ. HPV വാക്സിൻ എടുക്കുന്നത് ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പായിരിക്കണം കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ. അപ്പം റെക്കമെൻഡേഷൻ അനുസരിച്ച് 9 to 14 ഇയേഴ്സിലാണ് ഐഡിയലി എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ 2 ഡോസ് എടുക്കുക. 15 to 26 ഇയേഴ്സിൽ എടുക്കുവാണെങ്കിൽ ഡോസ് 3 ആകേണ്ടതായിട്ട് വരും. അപ്പം അത് സ്ത്രീകളിൽ മാത്രമല്ല ബോയ്സിനും കൊടുക്കാം. ബിക്കോസ് ബോയ്സിൽ നിന്ന് സ്ത്രീകളിലോട്ട് കിട്ടാം. പിന്നെ ഇത് സർവൈക്കൽ ക്യാൻസറിന് മാത്രമല്ല, HPV കൊണ്ടുണ്ടാകുന്ന ജെനിറ്റൽ വാട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇത് പ്രൊട്ടക്റ്റീവാണ്. സാർ, ഈ HPV വാക്സിനൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണോ സാർ? HPV വാക്സിൻ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ സുലഭമായിട്ട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാക്സിനാണ് HPV വാക്സിൻ. സാർ, ഈ പൊതുവെ പല തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും സാർ? ക്യാൻസറിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്യാൻസർ കോസിങ് റീസൺ ഇൻ ദ വേൾഡ് ഇസ് ടുബാക്കോ റിലേറ്റഡ്. പുകയില സംബന്ധിച്ചുള്ള കാരണങ്ങളാണ് ക്യാൻസറിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്മോക്കിംഗ് നിങ്ങൾക്കറിയാം, ലങ് ക്യാൻസർ. പിന്നെ വായിൽ വെച്ചുള്ള മറ്റേ പുകയില വെച്ചുള്ള, അതാണ് ഓറൽ ക്യാൻസറിൻ്റെ ഒരു മെയിൻ റീസൺ. ഇപ്പോൾ ഓൾമോസ്റ്റ് 30-40% ഓഫ് ഓൾ ക്യാൻസേഴ്സ് ആർ ഡ്യൂ ടു ടുബാക്കോ. പിന്നെ 20% ഓഫ് ക്യാൻസേഴ്സ് ആർ ഇൻഫെക്ഷൻ റിലേറ്റഡ്. ഇപ്പം ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HBsAg വൈറസ്, H. pylori, ഇങ്ങനെ പല ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന, അതിലൊക്കെ വാക്സിനേഷൻ്റെ ഒരു ഗുണമുണ്ട്. HPV വാക്സിൻ, HBsAg വാക്സിൻ, ഇതെല്ലാം കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈല് നമുക്കറിയാം. ഒബീസിറ്റി ഒരു ഫാക്ടറാണ്, ലാക്ക് ഓഫ് എക്സസൈസ് ഒരു ഫാക്ടറാണ്. അതൊക്കെ ആണ് വേറൊരു കാര്യം. പിന്നെയുള്ളത് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, എക്സ്പോഷർ ടു റേഡിയേഷൻ, സണ്ണ്, ഇതെല്ലാം ക്യാൻസേഴ്സിനുള്ള കാരണങ്ങളാണ്. സാർ, ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഈ ക്യാൻസറിൻ്റെ അവയർനെസ് കുറവാണെന്ന് സാറിന് തോന്നിയിട്ടില്ലേ?
ആൾക്കാർക്ക് എന്താണ് ഈ ക്യാൻസറിൻ്റെ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻസറിനെ പറ്റി എല്ലാവർക്കും അറിയാം. പലപ്പോഴും ആൾക്കാർ ക്യാൻസർ അവയർനെസ് എന്ന് പറഞ്ഞ് പ്രോഗ്രാംസും ചെയ്യാറുണ്ട്. ആ പ്രോഗ്രാംസ് പലപ്പോഴും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ ഒരു പിങ്ക് ബലൂണും പറത്തി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷേ അതുകൊണ്ട് എന്ത് അവയർനെസ് ആണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. അതിൽ വരേണ്ട അവയർനെസ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അറിവ് എന്നതായിരിക്കണം അവയർനെസ് എന്ന് പറയുന്നത്, അല്ലേ? അതെ. അതിനുള്ള അവയർനെസ് പറഞ്ഞു കൊടുക്കുന്നതും കുറവാണ്, കിട്ടുന്നതും കുറവാണ്. സാർ, ഇന്നിപ്പോൾ ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ഥലത്തിലൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്ഥലത്തേക്ക് പോയി അത് ചെക്ക് ചെയ്യുന്നത് ചിലർക്കൊരു വലിയ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് സ്നേഹിത പോലെയുള്ള ചില സംഘടനകളുടെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ, ഈ സ്നേഹിതയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിച്ചാൽ. സ്നേഹിത 2016 ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ അന്നേ മനസ്സിലാക്കി, ഈ ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രായം കുറഞ്ഞ പ്രൈം ഓഫ് ദെയർ ലൈഫിൽ നിൽക്കുന്ന സ്ത്രീജനങ്ങൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലും കാണുന്നത്. മിക്കവാറും ഒക്കെ ഒരു 40-നും 45-നും ഇടയ്ക്കുള്ള കൊച്ചു പിള്ളേരുള്ള അവർ ആ ലൈഫിൻ്റെ ഏറ്റവും പ്രൈമിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇതുണ്ടാവുകയും അവർ ലേറ്റായിട്ട് വരികയും അവർ മരണപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത് സ്ഥിരം ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം RCCയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, അതായത് 98 തൊട്ട് 2025 നവംബർ വരെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഒരു കൊല്ലം 2000-ഓളം ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെയാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. അതായത് കേരളത്തിൽ ഉണ്ടാകുന്നതിൽ 35-40% ബ്രസ്റ്റ് ക്യാൻസേഴ്സും RCCയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെയുള്ള പ്രശ്നം ഈ പറഞ്ഞതുപോലെ കാണും, കുറച്ച് നേരം കൂടെ വെക്കും, ലേറ്റായിട്ട് വരും. അന്നേരം നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ കൊടുത്താലും 10 കൊല്ലത്തിൻ്റെ അകത്ത് ഒരു 35-40% പേര് മരണപ്പെടുന്നു. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് സ്നേഹിത എന്ന് പറഞ്ഞൊരു സംരംഭം, ഒരു NGO തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സ്ത്രീകൾ നേരത്തെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അസുഖം ഇല്ലാത്ത സന്ദർഭത്തിൽ തന്നെ, അസുഖമുണ്ടെന്ന് സ്വയം തോന്നാത്ത സന്ദർഭത്തിൽ തന്നെ സ്വയമേ വേറെ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയരാകണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ചെറിയ ലംസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, സ്റ്റേജ് 1-ലൊക്കെ. അങ്ങനെ വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പ്രാപ്തിയുള്ള ലേഡി ഡോക്ടേഴ്സും വേണം. അങ്ങനെയാണ് 2015 ഞാൻ 5 ലേഡി ഡോക്ടേഴ്സിനെ RCCയിൽ തന്നെ എൻ്റെ OPയിൽ നിർത്തി 2 മാസത്തോളം ട്രെയിൻ ചെയ്ത്, അവർ അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ലേഡി ഡോക്ടേഴ്സിനെ വെച്ച് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോഴാണ് സ്നേഹിത തുടങ്ങാനായിട്ടുള്ളൊരു ആശയം വന്നതും അങ്ങനെ തുടങ്ങിയതും. അപ്പം സ്നേഹിത ഒരു ഫ്രീ സർവീസാണ്. ആർക്കും അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് സ്നേഹിതയിൽ വന്ന് കാണിക്കാം. അപ്പം നമുക്കതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്ത്രീകൾക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ലേഡി ഡോക്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഈ സ്നേഹിത എന്ന പേരിലേക്ക് എത്താനുള്ള കാരണം? സ്നേഹിത എന്ന് പറഞ്ഞാൽ ബീങ് എ ഫ്രണ്ട് എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും സ്ത്രീകൾക്കൊരു ഫ്രണ്ട് ആവുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. സ്നേഹിതയ്ക്ക് വിഷനിൽ പല കാര്യങ്ങളുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷനിലാണ് ഇതുവരെ. ഇൻ ഓൾ വേസ് ടു ബി എ ഫ്രണ്ട് ടു എ ലേഡി എന്നുള്ളതാണ് സ്നേഹിതയുടെ ഉദ്ദേശം. സർ, സ്നേഹിതയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് സർ? ഏർലി ഡിറ്റക്ഷൻ ഞാൻ പറഞ്ഞതുപോലെ വേണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് സ്ത്രീകൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം. അതിന് എല്ലാ സ്ത്രീകളിലോട്ടും അത് എത്തണം, ലോകത്തുള്ള എല്ലാ സ്ത്രീകളിലോട്ടും എത്തണം. പക്ഷേ അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളിലോട്ടും എത്തണം. അത് നമുക്ക് പറ്റുമോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതകാലത്തിൽ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരത്തുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരിലോട്ട് എത്തണം. അത് ഐഡിയലി ഡോക്ടേഴ്സ് വേണം എന്നില്ല ഈ എക്സാമിനേഷൻ ചെയ്യാൻ. നമ്മൾ സ്നേഹിതമാരെ, വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉദ്ദേശവും ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം. അതായത് നമുക്ക് ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് 4 ക്യാൻസേഴ്സാണ് നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. വായിലെ ക്യാൻസർ, മാറിലെ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ. ഈ 4 ക്യാൻസേഴ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഏകദേശം 50% ക്യാൻസേഴ്സും അതിൽ ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് ക്യൂർ ചെയ്യാവുന്ന ക്യാൻസേഴ്സ് ഇത് 4-മാണ്. അപ്പോൾ ബാക്കി ക്യാൻസേഴ്സിനെ പറ്റി നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ചെയ്യാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റില്ല. അപ്പോൾ പറ്റുന്ന കാര്യം ചെയ്യുക. അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതലായത് കാരണം അത് മാത്രമാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ 4 ക്യാൻസേഴ്സ് നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ട്രെയിനിങ് സ്നേഹിത വോളണ്ടിയേഴ്സിന് കൊടുക്കുക. നമുക്ക് അത്രയും ഡോക്ടേഴ്സിനെ കിട്ടത്തില്ല. കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരു ലേഡി ആയാൽ മതി.
അപ്പോൾ വാ തുറന്ന് നോക്കി അവിടെ വെള്ള തടിപ്പുണ്ടോ, ചുമന്ന തടിപ്പുണ്ടോ, ഉണങ്ങാത്ത മുറിവുണ്ടോ എന്നൊക്കെ മാത്രം നോക്കുക. അല്ലെങ്കിൽ ഒരു മൂർച്ചയുള്ളൊരു പല്ലിരുന്ന് സ്ഥിരം ഒരയുന്നുണ്ടോ, അങ്ങനെ വരുന്നിടത്ത് മുറിവുണ്ടായി ക്യാൻസർ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് വായിൽ. ബ്രസ്റ്റ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അവർ നമ്മുടെ കൂടെ നിന്ന് പഠിച്ചാൽ മാത്രമേ ഒക്കുള്ളൂ. ഗർഭാശയകള ക്യാൻസറിന് വാക്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാം, പാപ്സ്മിയറിനെ പറ്റി പറഞ്ഞു കൊടുക്കാം, HPV DNA ടെസ്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. കോളോറക്ടൽ ക്യാൻസറിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാ കൊല്ലവും FIT ഫീക്കൽ ഇമ്മ്യൂണോഹിസ്റ്റോകെമിക്കൽ ടെസ്റ്റ് FIT DNA ചെയ്യുന്നതിനെ പറ്റി പറയാം. 5 കൊല്ലത്തിലൊരിക്കൽ സിഗ്മോയിഡോസ്കോപ്പി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. 10 കൊല്ലത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളിലും പെണ്ണുങ്ങളും. ഈ വിവരങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതൊരു 50 100 പേർക്ക് ഒരു സ്നേഹിത എന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അതായത് ഏതൊരു സാധാരണ ആൾക്കും സ്നേഹിതയിൽ അംഗമായിട്ട് ഒരു വോളണ്ടിയറായി മാറാൻ പറ്റും എന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം, അത്രയേ ഉള്ളൂ. സ്നേഹിതയിൽ വോളണ്ടിയർ ആകാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ആർക്കുമാകാം, വരണം, സ്നേഹിത ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കണം, കാണണം, എന്നിട്ട് അതിനൊരു സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ ആർക്കുമാകാം. സാർ ഇത്രയും വർഷത്തെ ഇതിൽ ചികിത്സാ രംഗത്ത് വന്ന പുരോഗതി എന്താണ് സാർ? ചികിത്സാ രംഗത്ത് എല്ലാത്തിലും പുരോഗതികൾ വന്നിട്ടുണ്ട്. സർജറി അതിൻ്റെ ടെക്നിക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, റിഫൈൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സെൻട്രൽ നോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് അസുഖമുള്ള നോഡ് മാത്രം എടുത്ത് ബാക്കി നോഡുകൾ എടുക്കാതെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞതുപോലെ കയ്യിൽ വലിയ നീരൊക്കെ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാം. ബ്രസ്റ്റിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് ഓങ്കോപ്ലാസ്റ്റി വന്നിട്ടുണ്ട്. നമുക്ക് ബ്രസ്റ്റ് മുഴുവനും മാറ്റാതെ, അല്ലെങ്കിൽ വലിയ മുഴകൾ വന്നാൽ പോലും ചിലതൊക്കെ മാറ്റി നമുക്ക് പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് തന്നെ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്വാളിറ്റിയും ഒക്കെ ബെറ്റർ ആക്കാവുന്നതാണ് സർജറിയുടെ രീതിയിൽ. റേഡിയേഷനിൽ വളരെ പുതിയ ടെക്നിക്സ് വന്നിട്ടുണ്ട്. റേഡിയേഷൻ കൊണ്ട് ബ്രസ്റ്റിൽ മാത്രം തരികയും ലങ്സിനൊക്കെ അല്ലെങ്കിൽ ഹാർട്ടിനോ ലങ്സിനോ ഒക്കെയുള്ള ടോക്സിക് എഫക്ട്സ് കുറയ്ക്കുക എന്നുള്ളത് വന്നിട്ടുണ്ട്. കീമോതെറാപ്പിയിലും പുതിയ ഡ്രഗ്സ് വന്നിട്ടുണ്ട്. ബെറ്റർ റിസൾട്ട്സും ടോക്സിറ്റി കുറയുമായിട്ടുള്ളത്. ടാർഗറ്റഡ് തെറാപ്പി വന്നിട്ടുണ്ട്. എന്നും പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് പൂർണ്ണമായിട്ടും അസുഖം മാറ്റാൻ ഒന്നും സാധിക്കുന്നില്ലെങ്കിലും കുറേശ്ശെ ഇൻക്രിമെൻ്റൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനൊക്കെ 0.5% 1% ഒക്കെ കൂടുതൽ അബ്സല്യൂട്ട് ബെനിഫിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. സാർ ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ അതാ സെല്ലിലേക്ക് മാത്രം എത്തുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. 100% ടാർഗറ്റഡ് അല്ലെങ്കിലും കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഹോൾ ബോഡിയിൽ ഇൻവോൾവ് ആകുമ്പം അത് കീമോതെറാപ്പിക്ക് പകരമുള്ളതല്ല ടാർഗറ്റഡ് തെറാപ്പി. അത് ഓരോ ഇതിനും അതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ. അതെ, കോസ്റ്റ് ഇനിഷ്യലി ഒക്കെ വളരെ കൂടുതലായിരുന്നു. ഇപ്പം HER2 പോസിറ്റീവിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി കൊടുക്കുന്നത്, ഹെർസെപ്റ്റിൻ കൊടുക്കുന്ന ഒരു ടാർഗറ്റഡ് തെറാപ്പിയാണ്. അത് ഇനിഷ്യലി 10 ലക്ഷമൊക്കെ ആയിരുന്നു. ഇപ്പം അത് വില കുറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേനും 2-3 ലക്ഷത്തിനൊക്കെ തീരുന്നതായിട്ടുണ്ട്. ആ ഒരു തെറാപ്പി കൊണ്ട് എല്ലാം ആകുന്നു എന്നുള്ളതല്ല. അതുകൊണ്ടുള്ള ഒരു അബ്സല്യൂട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 to 6% ആയിരിക്കും അത് പോസിറ്റീവായിട്ടുള്ളവർക്ക്. അത് കൊടുത്താൽ പിന്നെ വരില്ല, അങ്ങനെയല്ല. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പം നമ്മൾ ഒരു പ്രൊപ്പോർഷൻ പഠിച്ചാൽ നമുക്ക് ഇത്രയും മാർക്ക് കൂടുതൽ കിട്ടും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം ഇതിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന് മറ്റൊന്നതിന് പകരമൊന്നുമല്ല. അത് ആ ടൈപ്പ് ഉണ്ടെങ്കിലേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ HER2 നെഗറ്റീവിൽ അത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ഓരോന്നിനും അതിൻ്റേതായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക. അതാണ് പ്രോപ്പറായിട്ടുള്ള എന്ത് കൊടുക്കണമെന്നുള്ള പ്ലാനിങ് വേണം എന്ന് ഞാൻ പറഞ്ഞത്. സാർ ഈ സർജറി ചെയ്ത് ബ്രസ്റ്റ് മുഴുവൻ മാറ്റേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കുക. ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖമുള്ള ഭാഗം സർജറി കൊണ്ട് എടുത്ത് മാറ്റണം. അത് ബ്രസ്റ്റിൽ അസുഖം ഉണ്ടെങ്കിൽ ബ്രസ്റ്റിൽ അസുഖമുള്ള ഭാഗവും അതിന് ചുറ്റും ഒരു നോർമൽ ലെയർ ഓഫ് റിം ഓഫ് നോർമൽ ടിഷ്യൂവും മാറ്റണം. കഷത്തിലെ കള്ളകളിലെ അസുഖം ഉണ്ടെങ്കിൽ അതും സർജിക്കലി തന്നെ മാറ്റണം. അപ്പം നമുക്ക് അസുഖമുള്ള ഭാഗം സർജിക്കലി തന്നെ മാറ്റണം, ബാക്കിയൊന്നും അവിടെ വെക്കാൻ പാടില്ല. അതാണ് സർജറിയുടെ ബേസിസ്. അത് നമ്മൾ ബ്രസ്റ്റ് മുഴുവൻ മാറ്റിയാലും അസുഖം അവിടെ നേരെ ജോലി ചെയ്തില്ലെങ്കിൽ അസുഖം വെച്ചിട്ട് ബ്രസ്റ്റ് മുഴുവൻ മാറ്റാം. അപ്പോൾ അസുഖം മുഴുവൻ മാറ്റുക എന്നുള്ളതാണ്, ബ്രസ്റ്റ് മുഴുവൻ മാറ്റുക എന്നുള്ളതല്ല. അതെങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ട്രെയിൻഡാണ് ആ സർജൻ ചെയ്യാൻ എന്നുള്ളതനുസരിച്ചിരിക്കും. കഷത്തിലെ കള്ളകളാണെങ്കിലും നമ്മൾ അസുഖമുള്ള കള്ളകൾ മാറ്റുകയും അസുഖമില്ലാത്ത കള്ളകൾ അവിടെ വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഐഡിയൽ സിറ്റുവേഷൻ. അപ്പം എത്രത്തോളം നന്നായിട്ട്
ബ്രസ്റ്റിലെ അസുഖം മാറ്റി നോർമൽ ബ്രസ്റ്റ് അവിടെ നിലനിർത്താം, കഷത്തിലെ അസുഖം മാറ്റി നോർമൽ കഷത്തിലെ ആക്സിലറി നോട്ട്സ് അവിടെ നിലനിർത്താം എന്നുള്ളതും ആയിരിക്കും ഒരു സർജൻ്റെ കഴിവനുസരിച്ചുള്ളത്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ബ്രസ്റ്റ് മുഴുവൻ മാറ്റേണ്ടതായിട്ട് വരാം. അതെപ്പോഴും അഡ്വാൻസ് ബ്രസ്റ്റ് ക്യാൻസർ ആയതുകൊണ്ടല്ല ബ്രസ്റ്റ് മുഴുവൻ മാറ്റേണ്ടി വരുന്നത്. പലപ്പോഴും ചിലപ്പം ബ്രസ്റ്റിൻ്റെ പല സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് നിലനിർത്തിയാൽ അത് സേഫ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ബ്രസ്റ്റ് മുഴുവനും മാറ്റേണ്ട ഒരു ഇതിലോട്ട് പോകാം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ബ്രസ്റ്റ് മുഴുവൻ മാറ്റിയാലും ആ സമയം തന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാം പല രീതിയിൽ. നമ്മൾ ട്രാം ഫ്ലാപ്പ്, പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് ബോഡിയിലെ തന്നെ ടിഷ്യൂ ഉപയോഗിച്ച് ആ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് പുനർനിർമ്മിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഇംപ്ലാന്റ് ബേസ്ഡ് ആയിട്ടും പുനർനിർമ്മിക്കാം. അതിന് പല ടെക്നിക്സ് ഉണ്ട്. അതിനുള്ള ചെലവ് കൂടുതലാണോ സർ? അത് മറ്റ് ചെയ്യുന്ന surgery സർജറി ചെയ്യുമ്പോൾ അത് കൂടുതൽ നീണ്ടുപോകുന്നത് കാരണം സർജറി ചാർജ് കൂടുതലായിരിക്കും. പിന്നെ ഓരോ എക്സ്പെർട്ടീസ് ഉള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സ്പെർട്ടീസ് അനുസരിച്ച് അതിൽ ചിലവ് കൂടും. ഇപ്പോൾ ഇംപ്ലാന്റ് വെക്കുവാണെങ്കിൽ ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് വരും. ഇതിനൊക്കെയുള്ള ചിലവ് കുറച്ചുകൂടെ കൂടും തീർച്ചയായിട്ടും. ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഡോക്ടർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് സർ? ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ കഴിയുന്നതും 30 വയസ്സിന് മുമ്പ് തന്നെ ഫസ്റ്റ് ചൈൽഡ് ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നിടത്തോളം ചെയ്യുക. മൂന്നാമത്തെ കാര്യം പൊണ്ണത്തടിയിലോട്ട് പോകാതിരിക്കുക. എക്സസൈസ് ആവശ്യത്തിന് എടുക്കുക. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, അതായത് 2/3 ഓഫ് പ്ലാൻ ബേസ്ഡും 1/3 ഓഫ് ലീൻ പ്രോട്ടീനും പറ്റുന്നതനുസരിച്ച്, പിന്നെ നട്ട്സൊക്കെ ഉപയോഗിക്കുക. അവോയ്ഡ് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ രീതിയിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്താലും ബ്രസ്റ്റ് ക്യാൻസർ നിർഭാഗ്യവശാൽ വരേണ്ടവർക്ക് വരും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു പരിധി വരെ ഇതൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ളൂ. ഇതൊക്കെ ചെയ്തതുകൊണ്ട് വരില്ല എന്നുള്ളതല്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറയുന്നത് ബി ബ്രസ്റ്റ് അവെയർ. 18 വയസ്സ് തൊട്ട് തന്നെ എല്ലാ സ്ത്രീകളും ഷുഡ് ബി അവെയർ ഓഫ് ദെയർ ബ്രസ്റ്റ്. നമ്മൾ പണ്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബ്രസ്റ്റ് അവെയർനെസ് എന്ന് പറയും. അതായത് ഒരു ബ്രസ്റ്റ് നോർമലായിട്ട് എന്താണ്, അവരുടെ ബ്രസ്റ്റിൻ്റെ നോർമൽ എന്താണ്, അതിലെന്തെങ്കിലും അബ്നോർമൽ വന്നാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ബീയിങ് ബ്രസ്റ്റ് അവെയർ. അങ്ങനെ മനസ്സിലാക്കിയാൽ അവർ ഒരു ഡോക്ടറെ സമീപിച്ച് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അത് അത്ര എളുപ്പമല്ല. പക്ഷേ അതിനായിട്ട് നമ്മൾ പറയും ഒരു 20 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്ക് 1-2 പ്രാവശ്യമെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയരായി കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ്, ഇപ്പോൾ ലേഡി ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അതിന് ട്രെയിനിങ് കിട്ടിയ ലേഡി ഡോക്ടേഴ്സ് അവർക്ക് ക്ലിനിക്കൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്കൊരു ബ്രസ്റ്റ് അവെയർനെസ്സിന് കൂടുതലൊരു സാധ്യത കിട്ടും. ഇപ്പോൾ 20 to 29 ഇയേഴ്സിൽ once in 1 to 3 ഇയേഴ്സ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, once in 3 ഇയേഴ്സ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ വിധേയരാകാം. നോർമൽ റിസ്ക് ആയിട്ടുള്ളവർക്ക് 30 ഇയേഴ്സ് തൊട്ട് ഒരു അസുഖവും ഇല്ലാത്ത സമയത്ത് once in 6 to 12 months ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയരാകുക. ദിസ് ക്യാൻ ഗോ അപ് ടു 70 to 75 ഇയേഴ്സ്. ഒരു 50 ഇയേഴ്സിൽ, ഒരു 50 to 55 ഇയേഴ്സിലൊരു ബേസ് ലൈൻ മാമോഗ്രാം ചെയ്യുക. അതും ഒരു once in 3 ഇയേഴ്സ് അപ് ടു 70 to 75 ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ബ്രസ്റ്റ് അവെയർനെസ് ലൈഫ് ലോങ് വേണം. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ 30 വയസ്സ് തൊട്ട് എല്ലാ 6 മാസമോ കൊല്ലത്തിലൊരിക്കലെങ്കിലും വേണം. മാമോഗ്രാംസ് പറയുന്നതനുസരിച്ച് ഒരു ബേസ് ലൈൻ മാമോഗ്രാം 50 to 55 ഇയേഴ്സിൽ എടുക്കുക. പിന്നെ 3-4 മാമോഗ്രാംസും കൂടെ ഒരു 3 to 5 ഇയേഴ്സിൽ അവരുടെ ലൈഫ് ടൈമിൽ എടുക്കുക. ഇത് അസുഖം ഉള്ള സിറ്റുവേഷനിന് വേണ്ടി ഇത് കാത്തു നിൽക്കാതെ ഇതൊരു റെഗുലർ ഹാബിറ്റായിട്ട് കൊണ്ടു നടന്നാൽ നമുക്ക് അഥവാ ബ്രസ്റ്റ് ക്യാൻസർ വരേണ്ട ഒരു 10% നമ്മളെങ്കിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കുകയും പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാനും സാധിക്കുന്നതാണ്. സർ, ഈ ക്യാൻസറിൻ്റെ മുഴകൾ അത് വേദനയുള്ള മുഴകളാണോ ക്യാൻസർ, അല്ലെങ്കിൽ വേദനയില്ലാത്ത മുഴകളും ഉണ്ടാവും? അതെങ്ങനെ? സാധാരണ ക്യാൻസറിന് ഒരു വേദനയും കാണത്തില്ല. ക്യാൻസറിന് വേദന വരണമെങ്കിൽ അത് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആകുന്ന സിറ്റുവേഷനിലാണ് യൂഷ്വലി വേദന വരുന്നത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ടിപ്പിക്കലി പറയുന്നത് പെയിൻലെസ് ലംബ് എന്നാണ്. ഒരു വേദനയും കാണില്ല, മുഴയുണ്ടെന്ന് തന്നെ അറിയത്തില്ല. അതാണ് ഈ പ്രശ്നം. അപ്പോൾ മുഴകൾ സൂപ്പർഫിഷ്യലായിട്ട് വരുവാണ്, തൊലിയുടെ അടിയിലായിട്ട് ബ്രസ്റ്റിൻ്റെ സൂപ്പർഫിഷ്യൽ ഭാഗത്ത് വരുവാണെങ്കിൽ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പലപ്പോഴും ഈ മുഴകൾ അടിയിലായിരിക്കും. അപ്പം സ്ത്രീകൾ സാധാരണഗതിയിൽ വന്ന് പറയുന്നത് നീരിറങ്ങി നീർക്കെട്ടെന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നീർക്കെട്ടെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അത് മുഴ അകത്തിരുന്നിട്ട് വലുതായി തള്ളുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇതിന് മുഴയ്ക്ക് ഒരു വേദനയും കാണില്ല. ഇൻഫെക്ഷൻസ് വരുമ്പോൾ ബ്രസ്റ്റ് ആപ്സസിനൊക്കെയാണ് വേദന വരുന്നത്. ക്യാൻസേഴ്സിന് സാധാരണഗതിയിൽ ഒരു വേദനയും കാണില്ല.
സർ അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെന്നാൽ തന്നെയും അവിടുത്തെ ഡോക്ടർമാർക്കും ഇതിൻ്റെ അവയർനെസ് കുറവല്ലേ സാർ? കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി, നമ്മളിപ്പോൾ ഒരു ചെറിയ മുഴയോ അങ്ങനെ എന്തെങ്കിലും കാണാൻ ചെന്നാലും അവരെപ്പോഴും ഇത് ക്യാൻസർ ആവാം എന്നൊരു രീതിയിലേക്ക് എത്തപ്പെടുന്നില്ല. അവരവിടെ വേറെ പല ട്രീറ്റ്മെൻറ്റുകളും അതിന് ചുറ്റുപറ്റി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും ഒരു പക്ഷേ അസുഖം കൂടുന്നതിനൊരു കാരണമാകുന്നില്ലേ? ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രസ്റ്റിൽ വരുന്ന മുഴകളിൽ 90% ക്യാൻസർ അല്ല. അത് ക്യാൻസർ ആണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഈ ബ്രസ്റ്റിലെ മുഴകൾ സ്ഥിരം കാണുന്ന ഡോക്ടർമാർക്കേ ഇത് അറിയത്തുള്ളൂ. അങ്ങനെ അധികം പേരൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പലരും കാണുന്നത് അല്ലാത്ത മുഴകളായിരിക്കാം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെയും ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെയും സ്ഥിരമായിട്ട് കാണുന്നവർക്കാണ് ഒരു 90-95% മനസ്സിലാവും ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത്. ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളതിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം മുഴ എടുത്ത് പരിശോധിച്ചാണ് അറിയുന്നത്. അതും ഒരു ശരിയായ രീതിയല്ല, അതൊരു തെറ്റാണ്. മുഴ എടുത്ത് പരിശോധിക്കുകയല്ല ചെയ്യേണ്ടത്. ക്യാൻസർ അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യമില്ല. ക്യാൻസർ ആണെങ്കിൽ എടുക്കുമ്പോൾ ക്യൂർ റേറ്റും ക്വാളിറ്റിയും കുറയുകയും ചെയ്യും. അപ്പം രണ്ടിലാണെങ്കിലും, ക്യാൻസർ ആണെങ്കിലും അല്ലെങ്കിലും എടുത്ത് ചാടി മുഴ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ആദ്യമേ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ പ്രോപ്പർ ഹിസ്റ്ററി, പ്രോപ്പർ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതിൽ നിന്ന് ഡോക്ടർ ഒരു നിഗമനത്തിലോട്ട് എത്തുക. ക്യാൻസർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് ഒരു ഇമേജിംഗ് ആണ്. അത് മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ഒക്കെ ആയിരിക്കാം. ചില സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ MRI, വളരെ ഡെൻസ് ബ്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ വേണ്ടി വരാം. യൂഷ്വലി വേണ്ടി വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കോർ ബയോപ്സി, ഒരു നീഡിൽ ബയോപ്സിയാണ് വേണ്ടത്. ആ നീഡിൽ ബയോപ്സിയിൽ നിന്ന് നമുക്ക് ക്യാൻസർ ആണോ, എന്ത് ടൈപ്പ് ക്യാൻസർ ആണ് എന്നൊക്കെ അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവോയ്ഡ് സർജറി ടു ഡയഗ്നോസ് ക്യാൻസർ. എക്സിഷൻ ബയോപ്സിയോ ഇൻസിഷൻ ബയോപ്സിയോ ഒക്കെ സർജറി വെച്ചിട്ട് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. സർജറി ട്രീറ്റ്മെൻ്റ് ആണ്. അസുഖം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ല, അതൊരു പ്രോപ്പറായിട്ടുള്ള സർജറി ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള സർജറി ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. അപ്പോൾ അസുഖം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എടുക്കുക, പ്രോപ്പറായിട്ട് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഇമേജ് എടുക്കുക. പിന്നെ ഫൈനൽ ഡയഗ്നോസ് വരുന്നത് നമ്മളൊരു നീഡിൽ ബയോപ്സിയിലൂടെ ആയിരിക്കും. വളരെ ചുരുക്കമേ നമുക്കിതൊക്കെ വെച്ചിട്ടും ക്യാൻസർ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എക്സിഷൻ ബയോപ്സി ചെയ്യുകയുള്ളൂ. ആ എക്സിഷൻ ബയോപ്സി ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ ക്യാൻസർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫ്രോസൺ സെക്ഷൻ എന്നൊക്കെ പറയുന്ന മെത്തേഡ്സും ഉണ്ട്. എന്നിട്ട് അതനുസരിച്ച് അപ്പം തന്നെ നമുക്ക് ക്യാൻസറിനുള്ള രീതിയിലുള്ള സർജറി അപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ചെയ്യാൻ സാധിക്കും. സർ, താങ്കളുടെ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു സർജറി, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്? സർജറിയിൽ നമുക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പറച്ചിലുണ്ട്, എ ഗുഡ് സർജൻ നോസ് വെൻ നോട്ട് ടു ഓപ്പറേറ്റ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത സർജറി ചെയ്യുന്നത്. വളരെ എക്സ്റ്റെൻസീവ് ഡിസീസസ് വരുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ മേലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പം മുഴുവനായിട്ടൊക്കെ എടുത്ത് ആ ഭാഗം വേറെ ഭാഗം വെച്ച് അടച്ച് വെച്ചൊക്കെ സർജറി ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കറിയാം ഇവർ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവർ ചിലതിലൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ തൊലിപ്പുറത്തൊക്കെ വേറെ സ്ഥലങ്ങളിൽ അസുഖം വന്നാൽ നമ്മൾ സർജിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 മാസത്തിനകത്ത് പിന്നെ അസുഖങ്ങൾ വരും. അപ്പം ഈ രോഗികൾക്കത് മനസ്സിലാകില്ല. നമുക്ക് അവരോട് പറയാനും പറ്റില്ല, ഇങ്ങനെയുള്ളതിൽ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഗുണവും കിട്ടില്ല എന്ന് പറയാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. ചെയ്യുന്നത് വെറുതെ നമ്മൾ ദൈവം കളിക്കുന്ന ഒരു രീതിയാവും. വെറുതെ അവരുടെ മുമ്പിൽ ആളാകാം, നമ്മൾ ചെയ്യും, പക്ഷെ അവർക്ക് ഗുണം കിട്ടത്തില്ല. ചെയ്യാതിരുന്നാൽ അവർക്ക് വിഷമമാകും. അവരോട് അത് പറയാനും പറ്റത്തില്ല. നിങ്ങൾ മരിച്ചു പോകുന്നവരോടെങ്കിലും പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട്ട് വളരെയധികം പ്രാവശ്യം വന്നിട്ടുണ്ട്. സർ, ഇപ്പോൾ രോഗികൾക്ക് താങ്കൾ RCCയിലില്ല, താങ്കളെ എങ്ങനെയാണ് കൺസൾട്ടിങ്ങിന് ബന്ധപ്പെടാൻ പറ്റുന്നത്? ഞാൻ പ്രൈവറ്റായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്, വീട്ടിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറിയെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യും, വീട്ടിൽ കാണാൻ പറ്റും. ഞാൻ ട്രിവാൻഡ്രത്തുള്ള 3-4 ഹോസ്പിറ്റലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസം കോട്ടയത്തും പോകുന്നുണ്ട്, അവിടെയും പേഷ്യൻസിനെ എല്ലാ ആഴ്ചയും കാണുന്നുണ്ട്. ഡോക്ടറുടെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചോദിച്ചില്ല. എൻ്റെ വൈഫ് ഡോക്ടർ റെജി ഒരു പബ്ലിക് ഹെൽത്ത് ഡോക്ടറാണ്, കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസറാണ്. അങ്ങനെ ഒരു വൈഫ് ഡോക്ടറായിട്ടുള്ളത് കൊണ്ടാണ് സ്നേഹിത തുടങ്ങാൻ പറ്റിയത്. അല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ലേഡി ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാനായിട്ട്
ആൾക്കാരെ ധൈര്യമായിട്ട് ലേഡീസിന് വരാനായിട്ടുള്ള ഒരു കംഫർട്ട് സോണുള്ളൂ. അപ്പം ഞാൻ ഈ 5 ലേഡി ഡോക്ടേഴ്സിനെ എൻ്റെ ഒ പി വെച്ച് ട്രെയിൻ ചെയ്തതെന്ന് പറഞ്ഞതിൽ ഒരാൾ സീനിയർ ആയിട്ടുള്ള ആൾ റിജി തന്നെയാണ്. എൻ്റെ വൈഫിനെ തന്നെയാണ് ട്രെയിൻ ചെയ്ത്. റിജിയാണ് സ്നേഹിതയുടെ ഡയറക്ടർ. എല്ലാ ദിവസവും ഗോകുലം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ സ്നേഹിതയുടെ ക്ലിനിക്കിൽ പേഷ്യൻസിനെ ബൈ അപ്പോയിൻമെൻറ്റ് നോക്കുന്നു. സ്നേഹിതയ്ക്ക് വോളണ്ടിയേഴ്സും ഉണ്ട്. ഈ വോളണ്ടിയേഴ്സ് കൂടുതലും ഐ ടി പ്രൊഫഷണൽസ്, സ്കൂൾ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെയാണ് വോളണ്ടിയേഴ്സ്. അവരെല്ലാം അവരുടെ സേവനം ഫ്രീ ആയിട്ട് സമൂഹത്തിന് വേണ്ടി സ്നേഹിതയ്ക്ക് വേണ്ടി തരികയാണ്. മക്കൾ 3 പേരാണ്. മൂത്തത് മോന് റോഷൻ, അവൻ MA പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞിരിക്കുന്നു. മോള് ലിസ്ബത്ത്, അവൾ ഹൗസ് സയൻസ് ചെയ്യുന്നു. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞിട്ട് ഇപ്പം ഹൗസ് സയൻസ് ഈ ജൂണിൽ തീരും. ഇളയ ഒരു മോളൂടെ ഉണ്ട്, ടെസ്. അവൾ 10ാം ക്ലാസ്സിലോട്ട് ഇപ്പം കയറി. അവൾ സർവോദയ വിദ്യാലയയിൽ പഠിക്കുന്നു. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട സംഭാഷണത്തിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് സാറ് നമ്മളുമായി പങ്കുവച്ചത്. കറക്റ്റ് സമയത്ത് നമ്മൾ രോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറിനെ പേടിക്കാതെ ഒത്തിരി കാലം ജീവിക്കാമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്രയും നേരം ഈ വിലപ്പെട്ട അറിവുകൾ നമുക്ക് തന്നതിന് 1000 നന്ദി സാർ.